ഒരുപാടൊന്നും പുഷ്പിക്കുന്നില്ല. ഞാനും എൻ്റെ വണ്ടിയും മാത്രമാണ് എൻ്റെ കൂടെ. നേരെ പണിക്ക് പോകാനാണ്. നേരെ ഓഫീസിലെത്തിയിട്ട് വരാം ഗൈസ്. ഓക്കെ. സാധാരണക്കാർക്ക് പറ്റിയ ഒരുപാട് ചപ്പൽ സ്റ്റുഡിയോയിലുണ്ട്. അതിൻ്റെ സ്റ്റുഡിയോൻ്റെ ഫ്രണ്ടിലായി പോയിക്കണം. നേരെ റോഡ് ക്രോസ് ചെയ്ത് സ്റ്റുഡിയോയിൽ ഇപ്പോൾ ഒരു ചപ്പൽ മേടിക്കണം. ഞാൻ നേരെ അങ്ങോട്ട് പോടേടാ, നടന്നു വരാം. എത്തി സ്റ്റുഡിയോൻ്റെ അകത്തായിട്ട് ഞാൻ കയറാൻ പോണാണ് ഗൈസ്. സ്റ്റുഡിയോൻ്റെ അകത്തെത്തി ഗൈസ്. ഇവിടെ എവിടെയുണ്ട് ചപ്പൽ? ഇവിടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം. സ്ലിപ്പർ മുമ്പിയെന്ന് തോന്നുന്നു ഗൈസ്. തിരിച്ചെടുത്ത് ഗൈസ്. സാധാരണക്കാർക്ക് പറ്റിയ സ്ലിപ്പർ മുമ്പിച്ച് ഗൈസ്. ഇവിടെ നിർത്തിയവർ ഇവിടെ നിന്ന് നേരെ തിരിച്ചു പോണ്. വേറെ എവിടെയെങ്കിലും പോയി നോക്കണം. നേരെ സ്ലിപ്പർ എടുക്കണം പറഞ്ഞണം. അങ്ങനെ നേരെ അടുത്ത സ്റ്റോപ്പിലായിട്ട് ഓഫീസിലാട്ടോ. അത് കഴിഞ്ഞിട്ട് എല്ലാവരും നേരെ അവിടെ പോയിട്ട് വരാം. ഓക്കെ. സ്ലിപ്പർ കിട്ടാത്തതിൻ്റെ വിഷമത്തിൽ ഞാൻ വീണ്ടും ഓഫീസിൻ്റെ വണ്ടി വന്നെത്തി. ഇപ്പോൾ ഉള്ള ചെരുപ്പൊക്കെ കഴുകിയെടുക്കാണ്ട് വേറെ നിവൃത്തിയില്ല. ഉള്ള ചെരുപ്പാണ് കൊടുക്കത്ത കഴുക. നേരെ കഴുകിയെടുക്കണം. ഇതിന് നിവർത്തിയുള്ളത് നേരെ മേളിലായിട്ട് നിർത്തി. ചെളിയാണ് മൊത്തം ചെരുപ്പിൽ. ഞാൻ മേളിൽ എത്തിയിട്ട് വരാം. കറക്റ്റ് ചെരുപ്പ്. ഈ ചെരുപ്പ് ഞാൻ കഴുകി ഇവിടെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഫ്രണ്ട്സ് പണിയെടുക്കണം. എന്താ അണ്ണൻ അഖിൽ കേട്ടാ. ഫ്രണ്ട്സ് എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടുത്തെ HR ഞാൻ മെയിൻ സ്റ്റാഫാണ് കേട്ടാ. ഞാൻ നമ്മുടെ പണി തീർത്ത് ഞാൻ പഠിക്കും കേട്ടാ. സ്റ്റോറിൽ വീണ്ടും എല്ലാ ദിവസവും ആദ്യമേ എത്തണം കലൂർ സ്റ്റോറിലാണ്. അങ്ങനെ എൻ്റെ അകത്താട്ട് ഞാൻ കയറുന്നു. ഇവിടെ കയറി. ഇവിടെ ഇന്നും ഇഷ്ടപ്പെട്ടൊരു ഫ്രെയിമൊന്നുമില്ല. ഇതൊക്കെ ഗേൾസിന് പറ്റിയ ഫ്രെയിംസാണ് അവിടെ. മെറ്റൽ ഫ്രെയിം. അവിടെ വിജയുണ്ട്. അത് വിഷ്ണു ഒരു ചേച്ചിയുണ്ട് ഗൈസ്. എൻ്റെ വ്ളോഗ് കാണുന്ന ആൾക്കാരാട്ടോ ഇവരൊക്കെ. ചേച്ചി എല്ലാവരും എൻ്റെ ഫാൻസാണ്. അങ്ങനെ ഗൈസ് ഞാൻ ഈ സ്റ്റോറിൽ നിന്ന് ഇറങ്ങി. എനിക്കൊരു ടോട്ടൽ 16 സ്റ്റോറുകളുണ്ട് ഗൈസ്. അതിനിടയിൽ എല്ലാ സ്റ്റോറും കയറി ഇറങ്ങി ഫോണും പിടിച്ചെന്ന് പറഞ്ഞാൽ ബോറാവും. എനിക്കും ബോറാവും, നിങ്ങൾക്കും ബോറാവും. അതുകൊണ്ട് ഞാൻ സ്റ്റോറുകളൊക്കെ ഞാൻ തീർത്ത്. ഇത് രണ്ടാമത്തെ സ്റ്റോറായിരുന്നു. ബാക്കി സ്റ്റോറിലടക്കം പോകാനുണ്ട്. ഒരുപാട് വൈകി ഞാൻ ഇനി നേരെ അടുത്ത സ്റ്റോറിലോട്ട് പോവുകയാണ്. അതിന് വൈകുന്നേരമായിട്ട് ഞാൻ വരാം. ഓക്കെ ബൈ. ഈ കാണുന്നത് ഓപ്പൻപടി ഹാർബർ പാലമാണ് ഗൈസ്. ഏകദേശം ഒരു 2 ആഴ്ച മേലായി ഈ സാധനം ഇപ്പോൾ അടച്ചിട്ടിട്ട്. ഈ പാലം കാരണം അപ്പുറത്തുകൂടി പോകണ എല്ലാവരും നല്ലൊരു ബ്ലോക്കിൽ പെട്ട് അനുഭവിക്കണത്. ഒരു 10 മിനിറ്റ് കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് ഏകദേശം എല്ലാവർക്കും ഒരു 3/4 മണിക്കൂറോളം പോയി കിട്ടണുണ്ട്. ഈ പാലത്തിൻ്റെ അടച്ചിട്ട കാരണം 28-ാം തീയതി തുറക്കുമെന്നായിരുന്നു ഈ സാധനം പറഞ്ഞു വെച്ചത്. ശരി, ഇപ്പോൾ ഏകദേശം 2 ആഴ്ച മേലായെന്ന് ഞാൻ പറഞ്ഞ്. 2 ആഴ്ചയായി തുറന്നിട്ടിട്ട് അടച്ചിട്ടിട്ട്. ഇപ്പം ഇത് ആരോടും പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് വേണ്ടി ആരും ഒന്നും ചെയ്തും തരില്ല. തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ട് ആവുന്നുണ്ടെന്നറിയാം. പക്ഷേ എന്താ ചെയ്യുക? റോഡിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ, എന്തൊക്കെയാണ് റോഡിൻ്റെ അവസ്ഥ. പൊട്ടിച്ച് കളഞ്ഞപ്പോൾ പോയാണെന്ന് തോന്നുന്നു. ഇവിടെ ടാറില്ല, ഒരു സാധനമില്ല. നല്ലൊരു ടാർ ചെയ്യുമെന്ന് തോന്നുന്നു. പകുതിയോളം ചെയ്താന്നറിയാൻ പോലെ അവിടെ ഒന്നും എനിക്ക് ചെയ്തതായിട്ട് തോന്നുന്നുണ്ട് കേട്ടാ. പാലത്തിൻ്റെ നടുക്ക് ഭാഗം വരെ അവിടെ കൂടി ചെന്ന് നോക്കട്ടെ. ഇങ്ങോട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഗൈസ്. ഇത് മറ്റേ പഴയ ഇരുമ്പ് പാലത്തിൻ്റെ മറ്റേ സാധനം. അങ്ങനെ ഒരു സംഭവമുള്ള കാര്യം, അങ്ങനെ ഒരു ഇരുമ്പുള്ള കാര്യം ഞാനിപ്പോഴാണ് കേട്ടോ അറിയണം. നേരത്തെ ഇത് കണ്ടിട്ടുണ്ട് ഈ വീഡിയോയിലൊക്കെ. പക്ഷേ ഈ സാധനമൊക്കെ കിട്ടിക്കുന്ന സാധനമല്ലേ. പൊടി മൂടി നൈസല്ലേ ഗൈസ്. ഇത് ഇവിടെ ഒന്നും ചെയ്യണമെന്നില്ല, ഒന്നും ചെയ്തിട്ടുമില്ല. ഇപ്പം ഏകദേശം ഞാൻ പറഞ്ഞു കുറച്ച് നാൾ മുമ്പ് കുണ്ടന്നൂർ പാലം അടച്ചിട്ട് അങ്ങനെ ഒരു മാസം എല്ലാവരും ബുദ്ധിമുട്ടി. എവിടെയൊക്കെ കുഴി. ഇപ്പം ഇതും കാരണം എല്ലാവരും നല്ലോണം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കണേ. ഇതിൻ്റെ അകത്ത് ഇനി എന്താണ് ചെയ്യാനുള്ളതെന്ന് നമുക്കറിയില്ല. കുഴിയൊക്കെ മൂടാതിരിക്കാം. അപ്പോൾ ടാർ ചെയ്താൽ മതിയാവും തോന്നുന്നു.
നല്ലോണം ചെയ്യാനുള്ള പരിപാടിയാണെന്ന് അറിയില്ല. ഇത് എന്താണേലും ഇത് കാരണം ഒട്ടുമിക്ക ആൾക്കാർ ഈ സംഭവം അനുഭവിച്ചുകൊണ്ടിരിക്കണതാണ്. നല്ലപോലെ അനുഭവിക്കുന്നുണ്ട്. അത് ഞാനും കൂടി ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ് ഇതിൻ്റെ അത്. കാരണം നമുക്ക് ആരോട് പറയേണ്ടതെന്നൊന്നും അറിയില്ല. കാരണം ഇത് പറഞ്ഞിട്ടും വലിയ കാര്യവുമില്ല. നമുക്ക് വേണ്ടി ആരും ഒന്നും ചെയ്തു തന്നില്ല. ഗവൺമെൻറ് ആണേലും ആരോടൊന്നും പറഞ്ഞിട്ട് കാര്യവുമില്ല. അപ്പം എന്താണേലും അനുഭവിക്കണ എല്ലാവർക്കും അവർക്ക് മാത്രം അവരുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ എത്രയും പെട്ടെന്ന് റെഡിയായ അത്ര നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതുകൊണ്ട്. അതുവഴി ഇറങ്ങിപ്പോണത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ആ പാലം കാരണം ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 10 മിനിറ്റ് കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് ഞാൻ ഏകദേശം ഒരു 3/4 മണിക്കൂർ എനിക്ക് പോയി കിട്ടും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം നോക്കിയത്. ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റോന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. നമ്മുടെ ഗവൺമെൻറ് അല്ല ഇത് എത്രയും പെട്ടെന്ന് തീർക്കാൻ പറ്റണമെന്നാണ്. തീർക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ. ഞാനപ്പോൾ നേരെ തോപ്പുംപടി ലെൻസ്കാർട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. അവിടെ എത്തിയിട്ട് വരാം. ഓക്കെ. അതുകൊണ്ടല്ല ഉദ്യോഗസ്ഥരും കരാറുകാരും MLAയും ജനങ്ങളെ കബളിപ്പിക്കാനാണ് ഇവിടുത്തെ ഗവൺമെൻറ്. എന്തൊക്കെയാണല്ലേ നാട്ടിൽ നടക്കണത്. നമ്മളെ വോട്ട് ചെയ്ത് എല്ലാവരും ജയിപ്പിക്കാൻ വേണം. ജയിപ്പിച്ച് കഴിയുമ്പോൾ ഇവർക്കൊന്നും നമ്മളോടൊരു ഉത്തരവാദിത്തമില്ലാത്ത നാടാണ് നമ്മുടെ കേരളം വളരെ ശോകമാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഗൈസ്. നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേരളം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഞാൻ ഈ കേരളത്തിനെ നല്ലോണം വെറുത്തുകൊണ്ടിരിക്കുന്നതാണ്. മടുപ്പാണ് കേരളത്തിൽ ഇപ്പോൾ ജീവിക്കാൻ തന്നെ. എനിക്ക് എല്ലാ ആൾക്കാരും പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേരളത്തിൽ നിന്ന്. നല്ല കാര്യം, കേരളം വെറുതെ നാശം പിടിച്ച ഒരാളാണെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നണത്. കാരണം ഗവൺമെൻറ് പോലും നമ്മളോടൊന്നും ഒരു ഉത്തരവാദിത്തം കാണിക്കണില്ല. നമ്മളൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിക്കും. മറ്റേ വേറെ നിയമങ്ങൾ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് ഇഷ്ടപ്പെടാത്തത് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിന് നമുക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റുന്നൊരു നിയമം നമ്മുടെ നാട്ടിൽ വരണം. എന്നാലേ ഈ ഗവൺമെൻറ്റൊക്കെ നന്നാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഗൈസ്. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങളോട് പറയുക. അപ്പോൾ പാലം പണിയുടെ കാര്യം തന്നെയാണ് എനിക്ക് മെയിനായിട്ട് ഇപ്പോൾ പറയാനുള്ളത്. ഞാൻ അങ്കരവാടിയിൽ നടപ്പുണ്ട് ഇതേപോലെ ഒരു റോഡ് പണിയല്ല പാലം പണി. അതും ശോകമാണ്. വളരെ അവസ്ഥയാണ് റോഡിൻ്റെ അവസ്ഥ. എല്ലാവരും ടാക്സ് കൊടുക്കണുണ്ട്. അത് ചോദിക്കണം ടാക്സ് ടോള് ഒക്കെ ചോദിക്കുമ്പോൾ കൊടുക്കണം. ഒക്കെ കൊടുത്തിട്ട് കൊടുക്കാണ്ട് പോയ കേസ്. അതിനിടയിൽ പോലീസുകാരുടെ പറ്റി ഇതൊക്കെ ചെയ്തിട്ടും നമുക്ക് നല്ല ഒന്നും പോലും ആരും ഇത് ചെയ്തു തന്നില്ല. എന്തൊക്കെയാണല്ലോ ഇവിടെ നടക്കണം. ഒന്ന് ശ്രമിച്ചാൽ ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് മാത്രം ഗുണം ചെയ്യണ കാര്യമായിട്ടാണ് നിങ്ങൾ കൊണ്ടുപോകണത്. ബാക്കിയുള്ളവർ ജനങ്ങൾക്ക് കൂടി ഗുണം ചെയ്യണ കാര്യങ്ങൾ നന്നാക്കി കഴിഞ്ഞാൽ അത്ര നല്ലതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഗൈസ്. ഓക്കെ, ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. പുറമണ്ണകത്ത് കയറി എൻ്റെ അടുത്ത് കൃഷ്ണദേവുണ്ട്. ഞങ്ങൾ നേരെ ഇങ്ങനെ നടന്നു ഏറ്റവും അറ്റത്ത് ഫസ്റ്റ് ഫ്ലോറിൽ. അവിടെ ലെൻസ്കാർട്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. നേരെ അങ്ങോട്ട് പോട്ടെ ഗൈസ്. നടന്ന് ലെൻസ്കാർട്ടിലെത്തട്ടെ. ക്രിസ്മസ് പടം തൂക്കിയിട്ടാണ് ഗൈസ്. മൊത്തത്തിൽ റൗണ്ടിൽ കറക്കി തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഉള്ള എന്തായാലും നല്ല ഭംഗിയുണ്ട്. അവിടെ നിന്ന് കുറച്ചും കൂടെ നടന്നു ലെൻസ്കാർട്ട് അവിടെ നടന്നോണേ. ലെൻസ്കാർട്ട് എത്തി ഗൈസ്. ലെൻസ്കാർട്ട് സ്റ്റാഫ് ഉണ്ടാകുന്ന അറിയാൻ പോലെ, കസ്റ്റമർ ഉണ്ടാകുന്ന അറിയാൻ പോലെ. കസ്റ്റമർ അർജുനുണ്ട് ഗൈസ്. ഇന്നും ഇവിടെ അർജുനോടെ പണിയെടുക്കുന്നില്ല, വെറുതെ ഇരിക്കും. കസ്റ്റമറൊന്നും ഇല്ലല്ലോ ഇതിനകത്ത്. കസ്റ്റമറൊന്നും ഇല്ലാത്ത കടയാണ് ഗൈസ്. ആരെങ്കിലൊക്കെ ഒന്ന് സഹായിക്കും. എൻ്റെ വക ഓഫറും ഉണ്ട് പ്രത്യേകിച്ച്. പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അടുത്തൊരു കസ്റ്റമർ എത്തിച്ചേർന്നു. അപ്പോൾ ഇവിടുത്തെ പണിയെടുക്കട്ടെ. പുറമാളിന്ന് ഇറങ്ങി ഇവിടുത്തെ തൊണ്ണാച്ചിയുണ്ട്. ചില സോറി ഗൈസ്. കൃഷ്ണദേവ് ഉണ്ട് എൻ്റെ ഇവിടെ. ഇതൊക്കെ കണ്ട് സഹകരിക്കുക. എൻ്റെ ഡെയിലി ലൈഫ് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെയുള്ളു. അപ്പോൾ എല്ലാവരും ഉഷാറല്ലേ? അപ്പോൾ ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോ ഇട്ടെല്ലാം ഗൈസ്. Thanks. Love you. Forever.